വണ്ടിയെ വന്നേച്ച് വേഗമൊക്കെ ആയിട്ട് ആരെയും മൈൻഡാതെ അകത്തോട്ട് പോണതാ ഞാൻ കണ്ടത്. അവൾക്ക് പിന്നെ വിഷമില്ലാതിരിക്കുക. അവള് ജീവിക്കാൻ തന്നെ സാനുവിന് വേണ്ടിട്ടാണ്. ഇവൻ ഇമാതിരി ചെറ്റത്തരം ചെയ്യുന്ന അവൾ ഓർത്തിട്ടുണ്ടാവുക. ആൾക്കാരുടെ ഇടയിൽ വെച്ച് അപമാനിച്ച ജമീലാന്റെ പോക്കൂടി നീ ഒരു കാലത്ത് ഗതി പിടിക്കില്ല. സർപ്രൈസ് ഉണ്ട്. അന്റെ കൂടെ എപ്പോഴും ഈ ചെയ്ത്താൻ കൂടെ ഉണ്ടല്ലേ. ഈ ചെറുത്താന്റെ കൂടെ നടക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ. ആ കുട്ടീന്റെ തന്തേരെ അടുത്തുനിന്ന് വേണ്ടതുപോലെ കിട്ടിയിട്ടുണ്ടല്ലോ. അന്റെ ഈ നിപ്പ് കാണുമ്പോഴേ അന്റെ തന്തേനെ എനിക്ക് ഓർമ്മ വരണത്. മൂപ്പർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിന് വല്ല കയ്യും കണക്കുണ്ടാ. നല്ല ISI മുദ്രയുള്ള തടിയാണ് എന്റെ തന്തേരത്. അത് തന്നെ അഹമുക്കെ നിനക്കും കിട്ടിയത്. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. പക്ഷെ മൂപ്പരെ തെങ്ങ് ചതച്ചു. എന്നും ഞാൻ പറയാറുണ്ട് ആ തെങ്ങിന്റെ ചോട്ടിപ്പോയി മൂത്രമൊഴിക്കണ്ടാന്ന്. എന്നിട്ട് എന്തേ ഇരുന്ന ഇരിപ്പിലല്ലേ ആ തേങ്ങ തലയിൽ വീണ് മയ്യത്തായത്. അന്റെ ലൈനടിയും അന്റെ മതില് ചാട്ടവും ഒക്കെ കോമു എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉളുപ്പില്ലാത്ത ജാതി. അതിനൊരു തീരുമാനം എടുക്കാനാണ് ഇപ്പൊ ഞാൻ ദുബായിന്ന് ഇങ്ങോട്ട് പറന്നെത്തിയത്. മനസ്സിലായടാ? ഇജ്ജ് സ്നേഹിച്ച പെൺകുട്ടീനെ ഇന്റെ മരുമോളായി ഇന്റെ പൊരയില് ഇന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരും. എടാ കോമു, കല്യാണം ഉറപ്പിക്കാനായിട്ട് ഇവിടുന്ന് 2 ഓട്ടോറിക്ഷ നിറച്ച ആളുകൾ അങ്ങോട്ട് ചെല്ലുണ്ടെന്ന് പെണ്ണിന്റെ തന്തേനെ വിളിച്ച് പറഞ്ഞേക്കും. പോരാത്തതിന് തൊള്ളയ്ക്ക് രുചിയുള്ള വല്ല കുഴിമന്തിയോ നെയ്ച്ചോറോ ബിരിയാണിയോ അതും കൂടെ വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞേക്ക്. പിന്നെ ഈ പെരയുടെ പുറത്ത് നിൽക്കണ ഉളുപ്പില്ലാത്ത ശൈത്താന്റെ മക്കളോട് പറഞ്ഞേക്ക് വേഗം എന്റെ പെരേന്റെ മുമ്പിൽ നിന്ന് സ്ഥലം കാലിയാക്കാൻ. അല്ലെങ്കിൽ പണ്ടാറ വളപ്പ് ജമീലാന്റെ തനി കോണോ ഇവിടെ കാണും. ഗൾഫിൽ പോയതുകൊണ്ട് അവളുടെ ശരീരം മാത്രമേ നന്നായിട്ടുള്ളൂ. സ്വഭാവം പഴയതിലും കഷ്ടാണ്. ഓ, നീ ഒരിക്കലും ഗതി പിടിക്കില്ലടി. കാര്യം ഞാൻ അറബീന്റെ വീട്ടിലെ മെയിൻ ഗദ്ദാമയാണ്. പക്ഷേങ്കിൽ അറബി എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ അറബീന്റെ വീട്ടിലിരുന്ന് മംഗളം വാരിക വായിച്ചോണ്ടിരുന്നപ്പോ എന്റെ ഡയറിന്ന് സാനുവിന്റെ ഒരു ഫോട്ടോ അറബിക്ക് കിട്ടി. അതിനുശേഷം എന്റെ പുറകെ നടക്കലാണ് അറബീന്റെ മെയിൻ പരിപാടി. എന്തിനാന്നറിയോ? അറബീന്റെ ചെറിയ മോളായിട്ട് എന്റെ സാനുവിനെ കെട്ടിക്കാൻ. എങ്ങനെങ്കിലും ഓനെ ഞാൻ അവിടുത്തെ ഷെയ്ക്കാക്കാൻ വിചാരിച്ചു നിക്കുമ്പോഴല്ലേ സാനുവിന്റെ ലൈൻ മതില് ചാടിയെന്നും പറഞ്ഞ് കോമുന്റെ വിളി വരണത്. പെൺകുട്ടികളുടെ കണ്ണീരിന്റെ ശാപം വാങ്ങാൻ എന്റെ കുട്ടീനെ കൊണ്ട് ഞാൻ സമ്മതിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി നിങ്ങളെല്ലാവരും കൂടി കല്യാണത്തിന്റെ ഡേറ്റും കൂടി അങ്ങ് ഫിക്സ് ചെയ്തേക്ക്. എന്തേ നിങ്ങൾ എന്താ ആലോചിക്കണം? നല്ലൊരു തീരുമാനം പറയുന്നത്. കുട്ടികളായിട്ടുള്ള ഇഷ്ടം മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ അപ്പോഴത്തെ വിഷമത്തില് ചെറുതായിട്ടൊന്ന് തല്ലി. അതൊന്നും സാറില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ 2 കാലം തല്ലി ഓടിക്കും. നമ്മുടെ ഷാനു നല്ല ചെക്കനാ. ഒരാളെ കൊണ്ട് ഒരു പേരുദോഷം എല്ലാ ചെറ്റത്തിനും ചെയ്യുന്നത് ഇവനാ. നിങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ കല്യാണത്തിന് വേണ്ടി നല്ലൊരു ദിവസം കണ്ടെത്തി. അതാണ് നല്ലത്. അങ്ങനെയാണെങ്കിലേ 5-ാം തീയതി പെരുന്നാള്, അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഫസ്റ്റ് ഞായറാഴ്ച 9-ാം തീയതി. അത് ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ സാനുവിന്റെ കല്യാണം സെറ്റായി. പക്ഷെ നീ പണ്ടാരത്തിന് എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കി തരുവോ? ഹലോ ഷാനുകാക്ക, ഇവിടെ എല്ലാവരും നമ്മുടെ കല്യാണം നിശ്ചയിച്ചോണ്ടിരിക്ക. ഇനിയെങ്കിലും എന്നോട് പറ ഐ ലവ് യു എന്ന്. എടി റസിയെ, ഞാൻ കുറച്ച് തിരക്കിലാടി. ഐ ലവ് യു എന്ന് പറ. ആ, ഐ ലവ് യു. ഐ ലവ് യു ടു. അവള് പോയാ? അറബീനെ കല്യാണം വിളിക്കണ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇപ്പളേ എന്റെ പ്രഷർ കൂടുന്നുണ്ട്. മൂപ്പരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബുർജ് ഖലീഫയുടെ മോളി വെച്ച് 2 ആളുടെ കല്യാണം നടത്തണത്. പടച്ചോന്റെ വിധിയല്ലേ, നമ്മളെ കൊണ്ട് തടുക്കാൻ പറ്റുമോ? അല്ലേ സൂറേ? അതന്നെ. എന്നാ നമ്മള് പോവാ. ചക്കരപ്പന്തലേ ഉമ്മച്ചി പോവാണേ. ഉമ്മ എന്നാ നമുക്ക് ഇറങ്ങാം. സ്നേഹമുള്ള വർഗങ്ങളാ നമ്മുടെ ഷാനുവിന്റെ ഭാഗ്യം. നന്നായി. അതുകൊണ്ടല്ലേ കല്യാണം എനിക്ക് പണ്ടാര സൂറേനെ കുരുപ്പങ്ങൾ കാണിക്കണത്.
സൈലേ സൈലേ സെറ്റായിട്ടോ സെറ്റായി നമ്മളെ സാനുവിന്റെ കല്യാണം സെറ്റായി. ആണാ ഞാൻ വിചാരിച്ചേ നിങ്ങളെല്ലാരും ഇടിയും കൊണ്ട് തൂറിയേ വരുവുള്ളന്ന്. ഓടി അവിടുന്ന്. ബിരിയാണി എന്നാ വാട്ടോ. അവളോട് ചിലക്കാൻ ഞാൻ പോട്ടെ. കൂശിപ്പി പെണ്ണുപിള്ള. ബാബുട്ടാ ബാബു